സ്റ്റാഫുകളും കണ്ടതാണ് കിച്ചു എന്നോട് സംസാരിക്കുന്നത്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു സംഭവം ഞാൻ ഞെട്ടിപ്പോയി. ഇനി എന്ത് ചോദിക്കാനാണ്? മാനിപ്പുലേറ്റിംഗ് അല്ലെന്നും പറഞ്ഞു. ചോദിക്കാൻ അതുപോലെ ചേച്ചിയുടെ മാനേജറിന് വന്ന ആളെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട്. അയാൾ ഭയങ്കര മോശമായിട്ടുള്ള സ്ത്രീയാണ്. ചേച്ചിയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? പറയുന്നവളാണ്. അതെ, ഇപ്പൊ പറയുന്നവൾമാർക്കും പ്രതികരിക്കുന്നവൾമാർക്കും മാത്രമേ കുറ്റമുള്ളൂ. അങ്ങനെയാണ് ചേച്ചി പറഞ്ഞു വെക്കുന്നത്. അവർ വളരെ പുണ്യവാന്മാരായ 2 ആത്മാക്കൾ, 2 കൂട്ടുകാർ, ഒരു മാനേജർ, ഒരു പ്രമുഖ സിനിമാ നടി, അങ്ങനെ പറയാം. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ രേണുസുധീൻ്റെ കണ്ടന്റ് എടുത്തിട്ട്. പിന്നെ രേണുസുധിയാണ് കണ്ടന്റ്. കണ്ടാൽ ചൊറിയുന്ന ആൾക്കാരെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പോവുക. താല്പര്യമുള്ള ആൾക്കാർ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. കൂടെ താഴെ ഹൈപ്പ് കാണുകയാണെങ്കിൽ അതും കൂടെ കൊടുക്കാൻ വേണ്ടി മറക്കരുത്. ബിഗ് ബോസ് താരങ്ങൾ എല്ലാവരും കൂടെ ഉള്ള ഒരു ക്രിക്കറ്റ് മാച്ചിൻ്റെ ഇടയ്ക്ക് മെയിൻ സ്ട്രീം വണ്ണിൻ്റെ അകത്തുനിന്ന് ഒരാൾ ചോദിക്കുന്ന ചോദ്യമാണിത്. സ്വന്തം മാനേജർ കരിഷ്മേനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ മാനേജർ കരിഷ്മ ഇവരും തമ്മിലുള്ള ബന്ധം, രേണുവിന് വർക്കും കാര്യങ്ങളും ബാറിലെ ജോലിയും കാര്യമൊക്കെ പിടിച്ചു കൊടുക്കുന്നത് ഈ കരിഷ്മയാണ്. അപ്പോൾ ഈ കരിഷ്മയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് നെഗറ്റീവ്സും കാര്യങ്ങളും ഇപ്പോൾ അടുത്ത് സ്പ്രെഡായി. പക്ഷെ കരിഷ്മ എന്ന് പറയുന്ന സ്ത്രീ ഷാഫി എന്ന് പറയുന്ന ഒരു പുരുഷനുമായിട്ട് ആദ്യം ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ അത് സെപ്പറേറ്റ് ആയി. ഇപ്പോൾ കൂടെ ജീവിക്കുന്ന ഷമീർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഓൾറെഡി കൂടെ ജീവിക്കുന്ന ഒരു സ്ത്രീയും അതിൽ ഒരു മകളും 10 വയസ്സെങ്ങാണ്ടുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ചിലവോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പുള്ളിക്കാരിയിൽ നിന്നും കരിഷ്മ അയാളുടെ കൂടെ ജീവിച്ച പുരുഷനെ ലിവിംഗ് ടൂതർ ആയിരുന്നു, അയാളെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു എന്നുള്ളത് സാരം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഷെഫീനത്താൻ്റെ ചാനലിൽ ഈ ഭാര്യ, ഷമീറിൻ്റെ എക്സ് വൈഫ് അല്ലെങ്കിൽ കൂടെ ജീവിച്ചിരുന്ന സ്ത്രീ കരിഷ്മേനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തേണ്ടായി. പുള്ളിക്കാരി എന്തോ കൗൺസിലറാണോ, LDFൻ്റെ എന്തോ തലപ്പത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് വലിയ വലിയ ബന്ധങ്ങളുണ്ടെന്നോ അങ്ങനെയാണ് ഈ കരിഷ്മേനെ കുറിച്ച് ആൾക്കാർ കൂടുതലായിട്ട് അറിയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ദേവ് കോഡ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനകത്തൊരു സ്ത്രീയുടെ വോയിസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, കരിഷ്മയായിട്ട് സംസാരിക്കുന്ന. ഈ കരിഷ്മേനെ ആ സ്ത്രീ വിളിക്കുകയും ഈ രേണുവിന് എന്തിനാണ് ഇങ്ങനത്തെ വർക്കും കാര്യങ്ങളൊക്കെ പിടിച്ചു കൊടുക്കുന്നത്, നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് ഫയർ ചെയ്തായിരുന്നു. ആ ഓഡിയോയ്ക്കകത്ത് കരിഷ്മ കിടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട്. അവർക്ക് ആരോഗ്യമില്ല, തീരെ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ ശരീരമാണ്, നടുവേദനയാണ്, അപ്പോൾ ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ. എന്താണെങ്കിലും കരിഷ്മേനെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ ഒരു ഓഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യും. അതിനുശേഷം നമുക്ക് ബാക്കിയിലോട്ട് പോവാം. നിങ്ങളല്ലേ ഈ പറഞ്ഞ രേണുവിന്റെ മാനേജർ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു അതേ. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിന്റെ ബേസിലാണ് ഇവളുടെ മാനേജർ ആയിരിക്കാൻ, എന്ത് ജോലിയിലാണ് ഇവൾ, എന്ത് ജോലി ചെയ്തിട്ടാണ് ഇവൾക്ക് മാനേജർ ആയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അത് ഞാൻ വർക്കുകളൊക്കെ പിടിച്ചു കൊടുക്കും. ഞാൻ ചോദിച്ചു എന്ത് വർക്കുകളാണ് നിങ്ങൾ പിടിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ ബാറിൽ ഇതുപോലുള്ള കുൽസിത പ്രവൃത്തികൾക്കല്ലേ നിങ്ങൾ അവൾക്ക് ഈ വർക്ക് പിടിച്ചു കൊടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അങ്ങനല്ല അവൾക്ക് പിന്നെ ദുബായിലോ അവിടെ എവിടെയൊക്കെ ഉള്ള ഒരു വർക്കുകൾ പിടിച്ചു കൊടുക്കുന്നു. അവൾക്ക് ഒരു വിധവയല്ലേ, വിധവയുണ്ട്, 2 പിള്ളേരുണ്ട്, പിള്ളേരെ വളർത്തണ്ടേ. ഞാൻ ചോദിച്ചു ഈ നാട്ടിലെല്ലാവരും വിധവകളുണ്ട്, ഞാനൊരു വിധവയാണ്. ഞങ്ങളാരും ഇതുപോലെ ബുക്കളും കാണിച്ചു, വയറും കാണിച്ചു, ബാറിൽ പോയി ഡാൻസും ചെയ്തു ഒന്നുമല്ല. ഞങ്ങളാരും മക്കളെ വളർത്തി, അതിൽ അന്തസ്സായിട്ട് ജോലി ചെയ്താണ് മക്കളെ വളർത്തി. എനിക്കൊരു മോനുണ്ട്, മോനെ വളർത്തി പഠിപ്പിച്ച് നല്ല നിലയിലാക്കിയെന്ന് ഞാൻ പറഞ്ഞു. അന്നേ പറയാ അയ്യോ അവൾക്ക് അതിനുള്ള ഹെൽത്ത് ഭയങ്കര വീക്കാണ്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് ഹെൽത്ത് ഇഷ്യൂ? ഇവൾക്ക് 3-4 ആണുങ്ങൾ ഇവിടെ വട്ടമെടുത്തിട്ട് അങ്ങോട്ടെറിഞ്ഞു ഇങ്ങോട്ടെറിഞ്ഞു. ഈ ആണുങ്ങളുടെ ചുമലെ ചാരി നടക്കുന്നതിന്, ഈ ആണുങ്ങളുടെ കൂടെ പോയി ഫ്ലാറ്റ് ഷെയർ ചെയ്യുന്നതിനൊന്നും ഇവൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഇല്ല. ജോലി എടുത്ത് ജീവിക്കാൻ എന്താ ഈ ഇത്ര ഹെൽത്ത് ഇഷ്യൂ എന്ന് ചോദിച്ചു. അത് ആകെ ഒരു ചെറിയ ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെണ്ണിന്റെ അത്ര അതിന് ശരീരവും ഇല്ല, ഒന്നുമില്ല. ഞാൻ ചോദിച്ചു അങ്ങനെയൊക്കെ ഉള്ള ആളെ നിങ്ങൾ എന്തിനെ കൊണ്ട് നടക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അവൾക്ക് ശരീരമില്ല, ഒന്നുമില്ല, പിന്നെ നിങ്ങൾ എന്തിനെ കൊണ്ട് നടക്കുന്നതെന്ന് ചോദിച്ചു. അത് 2 കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്. ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യമാണ് ഇവരെല്ലാവരും പറയുന്നത്. ഞാൻ ചോദിച്ചു ഇവൾക്ക് ഫ്ലവേഴ്സിൽ നിന്ന് ജോലി കൊടുക്കാന്ന് പറഞ്ഞു. ഇവൾ എന്തുകൊണ്ട് ആ ജോലി ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് ഫ്ലവേഴ്സുകാർ ചുമ്മാ പറയുന്നത്, അവരിങ്ങനെ ചുമ്മാ ഓഫർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവർ ഓഫർ ഇടുന്നതേ ഉള്ളൂ, അല്ലാതെ അവര് ജോലിയൊന്നും കൊടുക്കത്തില്ല, അവർ കൊടുക്കത്തുമില്ല, അവരിങ്ങനെ ചുമ്മാ പറഞ്ഞു പറ്റിക്കലേ ഉള്ളത്. ഇങ്ങനെയാണ് പറയുന്നത്. കിച്ചുവിനെ പഠിപ്പിക്കുന്ന കാര്യം അതൊക്കെ വെറുതെ അവർ പറയുന്നതാണെന്നാ പറയുന്നത് ഈ കരിഷ്മ പറയുന്നത്. ഞാൻ ചോദിച്ചു നിങ്ങൾ ഇവളെ കൊണ്ട് നടക്കുന്നു, നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ക്ലീവേജ് കാണിക്കുമെന്ന് ചോദിച്ചു. നിങ്ങളുടെ വയറ് കാണിക്കുമോ, നിങ്ങളുടെ പൊക്കിൾ കാണിക്കുമോ, അല്ല നിങ്ങൾക്ക് ഒരു മകളുണ്ട്, നിങ്ങളുടെ മകളെ നിങ്ങൾ സമ്മതിക്കുമോ, ഇതുപോലെ പഠിച്ച് ചെയ്യാൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. അത് എനിക്കതിനുള്ള കോൺഫിഡൻസ് ഇല്ല, എനിക്കതിനുള്ള കോൺഫിഡൻസ് ഒന്നുമില്ല. അവൾക്ക് ഈ പറഞ്ഞ രേണു എന്ന് പറഞ്ഞവൾക്ക് എന്ത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് അവൾ എന്തും കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ആ കോൺഫിഡൻസിനെ ഇവരെല്ലാം യൂട്ടിലൈസ് ചെയ്യുമല്ലേ, അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒരു ആ ഈ പെണ്ണിനുണ്ടല്ലോ, ഈ പെണ്ണ് സർവനാശത്തിലേക്കായിരിക്കും. ഇതിന് ബുദ്ധി ബോധം ഉണ്ടെങ്കിൽ ഇനിയാണെങ്കിൽ അതിന് കരകയറാൻ സമയമുണ്ട്. അവൾ എന്ത് വേണമെങ്കിലും ചെയ്യുന്നുണ്ട്. അവള് വിചരിക്കുവോ, ഇനി ബാറിൽ പോയി ഡാൻസ് ചെയ്യുവോ, വെള്ളമടിക്കുവോ, എന്ത് വേണം, ഇതൊക്കെ അവൾക്കുടെ സ്വകാര്യമായ കാര്യമാണ്. ഇന്ത്യയിൽ ഇപ്പൊ വ്യഭിചാരം ഒരു നിയമവിധേയമായ കാര്യമാണ് എന്ന് ചൈൽഡ് ലൈനിലെ ആൾക്കാർ എന്നോട് പറഞ്ഞതാണ് കേട്ടോ. ചൈൽഡ് ലൈനിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ നമ്പർ സഹിതം ഞാൻ തരാം. ഒരു ഉദ്യോഗസ്ഥ എന്നോട് പറഞ്ഞതാണ് ഇന്ത്യയിൽ വ്യഭിചാരം നിയമവിധേയമായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ആർക്ക് വേണേലും വ്യഭിചാരം ചെയ്യാമെന്നാണ് ചൈൽഡ് ലൈനിലുള്ളവർ പറഞ്ഞത്. കാരണം ഞാൻ ചൈൽഡ് ലൈനിൽ പരാതി ഇവർക്കെതിരെ കൊടുത്തിരുന്നു. ഇവർക്കെതിരെ ഞാൻ ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, കസ്റ്റംസ് ഇന്റലിജൻസി കൊടുത്തിട്ടുണ്ട്,
ഓറൽ കംപ്ലൈന്റ് തൃക്കോടിത്താനം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, കോട്ടയം സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ എല്ലാം അന്വേഷിച്ചോണ്ടിരിക്കുക, ഇവളുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം നോക്കി അന്വേഷിച്ചോണ്ടിരിക്കുക എന്ന് പറയുന്നത്. ചൈൽഡ് ലൈൻകാർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ കാര്യം അന്വേഷിച്ച് ഇവൾക്ക് കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ കുട്ടിയെ നോക്കുന്നില്ല, 24 മണിക്കൂർ കുട്ടി മൊബൈലിൽ അഡിക്റ്റ് ആണ്. പിന്നെ ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞാണ് ഇവള് നാട് നീളെ കൊച്ചിനെ നോക്കാതെ നാട് നീളെ നടക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായ സ്ത്രീ പറയാമോ വ്യഭിചാരം ഇന്ത്യയിൽ നിയമവിധേയമാണ് ഇതൊക്കെയാണോ? എന്തോ ഇതൊക്കെ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അങ്ങനെ പിന്നെ വ്യഭിചാരത്തിന് എന്തിനും പോലീസുകാർ കേസെടുക്കുന്നു, ഓരോരുത്തരും എവിടെയെങ്കിലും ഇട്ട് പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ വ്യഭിചാരത്തിന് കേസെടുക്കുന്നില്ല. എങ്കിൽ ഇവൾക്ക് ഒരു ലൈംഗിക തൊഴിലാളി എന്നുള്ള കാർഡ് കൊടുക്കട്ടെ, ഈ വേണൂന് കാർഡ് കൊടുക്കട്ടെ, എന്നിട്ട് ഇവിടെ എന്ത് വേണമെങ്കിലും അർമാദിക്കട്ടെ. ഇവളെന്തിനെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ മാതിരി കോപ്രായങ്ങൾ മുഴുവൻ കാണിക്കുന്ന എന്ത് കാര്യത്തിനാണ്? അവർക്ക് അവിടെ സ്വകാര്യതയുണ്ട്. ഈ സോഷ്യൽ മീഡിയ 8-10 ചാനലുകാരുണ്ട്. അതിലൊരു ചാനലുകാരിൽ ഒരുത്തിനെ ഞാൻ വിളിച്ചിട്ട് അവരോട് ഞാൻ ചോദിച്ചു, നിനക്കൊന്നും ഒരു പണിയില്ലെന്ന് ഞാൻ ചോദിച്ചു. ഞങ്ങൾക്ക് റീച്ചല്ലേ വേണ്ടേ? അപ്പോൾ കേട്ട് കാണല്ലോ, ഇതാണ് ആ ചാനലിനകത്ത് വന്നിട്ടുള്ള അവർ പറയുന്നത്. അവർ വിളിച്ച് സംസാരിച്ച സമയത്തുണ്ടായ സംഭാഷണ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് മെയിൻ സ്ട്രീം വണ്ണിലെ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യത്തിന് രേണു കൊടുക്കുന്ന മറുപടി കേൾക്കാം. അതുപോലെ ചേച്ചിയുടെ മാനേജർ എന്ന് പറയുന്ന ആളെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട്. അയാൾ ഭയങ്കര മോശമായിട്ടുള്ള സ്ത്രീയാണ്. ചേച്ചിയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? പറയുന്നവളാണ് മോശം. അവരുടെ കരിഷ്മ എന്റെ മാനേജർ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വ്യക്തിയാണ്. അതെ, താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വ്യക്തിയാണ്. കാരണം തനിക്ക് ഇത്രയധികം വർക്കും കാര്യങ്ങളും നെഗറ്റീവ്സും ഉണ്ടാക്കി തരാൻ ആ പുള്ളിക്കാരി സഹായിച്ചല്ലോ. അപ്പം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നല്ലൊരു വ്യക്തിത്വമാണ്. പിന്നെ സബ്സ്ക്രിപ്ഷൻ ചാനലൊക്കെ തുടങ്ങുന്നതിൽ വലിയൊരു വഴിത്തിരിവായി. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കരീഷ്മ കൂടെ ഉണ്ടായിരുന്നു. സോ കരീഷ്മ വലിയൊരു അപ്രിസിയേഷൻ അർഹിക്കുന്നുണ്ട്. രേണുവിന് ഇനിയും ഇതിലും വലിയ 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 ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കരീഷ്മ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പം വർക്കും കാര്യങ്ങളൊക്കെ കുറവാണല്ലോ അല്ലേ? എന്തുകൊണ്ടാണ് വർക്കും കാര്യങ്ങളൊക്കെ കുറവ് കിട്ടുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ അല്ലേ? അതിടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഈ സബ്സ്ക്രിപ്ഷൻ ചാനലും വീഡിയോയും അതിലിടുന്ന ഓരോ തൊട്ടി വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യും. ഇനി കിച്ചുവിനൊരു കേസിലോട്ട് വരാം. ഈ ഒരു ഓഡിയോ ഞാൻ കേൾക്കാനിടയായത് ഇന്ന് ഞാൻ എങ്ങാണ്ടുമാണ്. അപ്പോൾ ഇത് കുറച്ച് ദിവസം പഴക്കമുള്ള ഓഡിയോ ആണ്. പക്ഷെ അതിനകത്ത് ഇവരുടെ സംസാരം, മുഖഭാവം, അങ്ങനത്തെ ചില സാധനങ്ങളെല്ലാം കണ്ട സമയത്ത് അവർക്കൊട്ടും താല്പര്യമില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മക്കൾ തെറ്റിയും സ്വാഭാവികം. മക്കൾ തെറ്റിയതായാലും മക്കളുടെ ഭാഗത്താണ് തെറ്റുന്നുണ്ടെങ്കിൽ അമ്മമാർ അങ്ങോട്ട് സമീപിച്ച് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ശ്രമിക്കും, കാണും, സംസാരിക്കും. ആ ഒരു ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ചെയ്തു പോകും. ഇനിയിപ്പം മക്കൾ അമ്മമാരുടെ അടുത്തേക്ക് പോകുന്ന സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇവിടെ കിച്ചു രേണുവിൻ്റെ അടുത്തേക്ക് പോകേണ്ട സാഹചര്യങ്ങളില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവർ സ്വന്തം മക്കൾക്ക് ഇപ്പം ഇത്രയധികം വളർന്നൊരു ആൺകുട്ടി എന്ന നിലയ്ക്ക് രണ്ടാനമ്മയാണെങ്കിലും അമ്മ എന്നാണ് അവൻ വിളിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീൻ്റെ ഭാഗത്തുനിന്ന് അവൻ്റെ കരിയറിൽ അല്ലെ അവനെ ഏതെങ്കിലും രീതിയിൽ വ്യക്തിപരമായി ബാധിക്കുന്ന പെരുമാറ്റങ്ങളും പ്രവർത്തികളും ഉണ്ടാകുമ്പോൾ ആ സ്ത്രീയിൽ നിന്ന് അകൽച്ചയോ വഴക്കോ ഉണ്ടാക്കാനുള്ള റൈറ്റ് അവനുണ്ട്. കാരണം അവൻ്റെ അമ്മയാണ് ഇങ്ങനെ പൈസ മേടിച്ചിട്ട് ഓരോ ഫോൺ വഴിയൊക്കെ തുണി ഉരിഞ്ഞും അല്ലാണ്ടും ഇങ്ങനെയൊക്കെ ആൾക്കാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്, ഒരു കൂട്ടം ആൾക്കാരെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കുന്നത്, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത്. അപ്പോൾ അതിൻ്റേതായ നാണക്കേട്, മാനക്കേട്, അച്ഛൻ്റെ പേരിൽ വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ആ കുട്ടി അനുഭവിക്കണം. അപ്പോൾ അവൻ അനുഭവിച്ച വിഷമങ്ങളും കാര്യങ്ങളും പുറത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അത്രയധികം ആത്മാർത്ഥതയുള്ള ഒരു അമ്മയാണെങ്കിൽ എന്ത് ചെയ്യും? അവനെ വിളിച്ചത് കോംപ്രമൈസ് ചെയ്യും, അല്ലെങ്കിൽ അവനെ പോയി കാണും, സംസാരിക്കും, അവന് ആശ്വാസം പകരും. ഇടയ്ക്ക് ഈ റിതപ്പനെയൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് സുധിയുടെ അമ്മേനെയും പിന്നെ കുടുംബക്കാരെയും കിച്ചുവിനെയൊക്കെ കൊണ്ടുപോയി കാണിക്കും. അവൻ്റെ, അതായത് റിതപ്പൻ്റെ അച്ഛൻ്റെ വീട്ടുകാരുമായിട്ട് ആ കുട്ടിക്ക് മിങ്കിൾ ചെയ്യാനും ഒന്ന് കളിക്കാനും ചിരിക്കാനും വളരാനുള്ള ഒരു സാഹചര്യം ഇവരുണ്ടാക്കി കൊടുക്കും. അപ്പോൾ അതുപോലെ ഇവർ ചെയ്യുന്നില്ല. പക്ഷേ ഇവർ ഇടയ്ക്ക് പോയിട്ട് ഇന്നാളൊക്കെ വീഡിയോ പിടിക്കാൻ വേണ്ടി അമ്മേൻ്റെ അടുത്ത് പോയി വീഡിയോ പിടിക്കുകയും സംസാരിക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെറും സോഷ്യൽ മീഡിയ ഫെയിമിനും കുറച്ച് പ്രശസ്തിക്കും വേണ്ടി മാത്രമാണെന്ന് ആൾക്കാർ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. ഇനി കിച്ചുവിനെ കുറിച്ച് പറയുന്ന ആ ഒരു ഓഡിയോ കേട്ടേക്കാം. കാരണം മനഃപൂർവ്വം അത് ഒരു എന്താ പറയാ ആരും മാനിപ്പുലേറ്റ് ചെയ്തതല്ലെന്ന് കിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് ചോദിക്കാനാണെങ്കിൽ ഒന്ന് ചോദിക്കാൻ. കാരണം 2 ദിവസം മുന്നേ വിളിച്ചു, വീഡിയോ കോളും ചെയ്ത് സംസാരിച്ചിരുന്ന ആളാണ്. ഞാൻ ദുബായിൽ പോയപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളും കണ്ടതാണ് കിച്ചു എന്നോട് സംസാരിക്കുന്നത്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു സംഭവം ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ എന്ത് ചോദിക്കാനാണ്? മാനിപ്പുലേറ്റിംഗ് അല്ലെന്നും പറഞ്ഞു. എനിക്കൊന്നും ചോദിക്കാൻ. അപ്പൊ ചോദ്യം ഇതാണ്, ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വീഡിയോ കോൾ ചെയ്തത്, അവൻ സംസാരിക്കുമ്പോൾ മീഡിയാസിന് മുമ്പിൽ അത് കാണിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ മീഡിയാസിന് മുമ്പിലോട്ട് പുറത്തിടുന്ന അത്ര നല്ല കാര്യമല്ല. ഇപ്പോൾ ഈ കിച്ചുമായിട്ടുള്ള നീരസങ്ങളോ വഴക്കോ പിണക്കോ ഉണ്ടെങ്കിൽ തന്നെ അതെന്തിനാണ് നിങ്ങൾ ഓൺലൈൻ മീഡിയ വഴി ഷെയർ ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ അറിയിക്കുന്നത്? അതൊക്കെയാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ വലിയ വീഴ്ചകൾ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും പരസ്പരം പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയ്ക്കകത്ത് വന്ന് കുട്ടി 4 ആൾക്കാരെ അറിയിക്കുന്ന സമയത്ത് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ മക്കളും ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത്
തെറ്റ് പറയാൻ പറ്റില്ല. ഇവൻ ഇങ്ങനെ പുറത്ത് വന്ന് സോഷ്യൽ മീഡിയക്കകത്തൂടെ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും അവൻ അനുഭവിച്ച ട്രോമകളും ഒന്നും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഇത് പറയാനുണ്ടാക്കിയ കാരണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ബൈറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവനെക്കുറിച്ചും അവൻ്റെ അച്ഛനെ കുറിച്ചിട്ടും അവരുടെ വീട്ടുകാരെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ നെഗറ്റീവ്സ് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികൾക്ക് ഗതികോടുകൊണ്ട് ആ ചെക്കൻ പ്രതികരിച്ചു എന്ന് സാരം. അപ്പോൾ അവൻ അവൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഫീൽ മാറ്റിയെടുക്കേണ്ടത് അമ്മ എന്ന സ്വന്തം ലേബലിൽ നടക്കുന്നത് നിങ്ങളാണ്. അതിനുള്ളൊരു മനസ്സ് നിങ്ങൾ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ കുട്ടീനോട് ഇത്രയും കാലം കാണിച്ചത് ആത്മാർത്ഥമായ ഒരു സ്നേഹമായിരുന്നില്ല. അവൻ പറഞ്ഞ പോലെ തന്നെ വീട്ടിലാർക്കും കണ്ടുകൂടായിരുന്നു എന്ന് സാരം. അച്ഛൻ പോയതിനു ശേഷം പ്രത്യേകിച്ച് അച്ഛനുള്ളവ പിന്നെ സ്നേഹം കാണിക്കണമല്ലോ അല്ലേ? അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. ആ ഒരു വീഡിയോയ്ക്കകത്ത് അവർ സംസാരിക്കുമ്പോൾ അവരുടെ ഫേസിൽ എക്സ്പ്രഷൻസ് ശ്രദ്ധിച്ചാൽ കാണാം ഒട്ടും താല്പര്യമില്ല. അവൻ ഏതേ വഴിക്ക് പൊക്കോട്ടെ എന്നുള്ളൊരു മുഖഭാവത്തോടു കൂടി, ഒരു പുച്ഛഭാവത്തോടു കൂടി, ഒരു താല്പര്യമില്ലായ്മയോട് കൂടിയാണ് അവർ അത് പറയുന്നത്. ആ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തും കണ്ടു. ഇവർക്കൊട്ടും താല്പര്യമില്ല, സ്വന്തം മോനല്ലേ, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർ മക്കളോട് ക്ഷമിക്കുമല്ലോ. ക്ഷമിക്കും, പക്ഷെ അമ്മയാണെങ്കിലേ ക്ഷമിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവർ സ്റ്റെപ്പ് മദറല്ലേ, അപ്പം അങ്ങനെ അവൻ പറയുന്ന എല്ലാ കാര്യം ക്ഷമിച്ചു കൊടുക്കേണ്ട കാര്യം ഇവർക്കില്ലല്ലോ. ഇവർക്ക് സ്വന്തമായിട്ട് എൻ്റെ കുഞ്ഞ് എന്ന് അവകാശപ്പെടുന്ന ഒരു കുഞ്ഞുണ്ടല്ലോ. അവർ വീഡിയോയ്ക്കകത്ത് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത് കേട്ടോ, എൻ്റെ കുഞ്ഞിനോട് ഞാൻ അങ്ങനെ പറയും ഇങ്ങനെ പറയും. അതിന് നിങ്ങൾക്ക് എന്താ? കിച്ചുവായിട്ടുള്ള ഒരു ഇടപാടിൽ കിച്ചുവിനെ കാണരുത്, മിണ്ടരുത്, സംസാരിക്കരുത് എന്നൊക്കെ ആ കുട്ടീനെ പറഞ്ഞ് പേടിപ്പിച്ച പോലെയാണ് കിച്ചുവിനെ കണ്ട സമയത്ത് കുട്ടീൻ്റെ ഫേസിൽ എക്സ്പ്രഷൻസും മറ്റുമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് റിയാക്ട് ചെയ്ത് ഒത്തിരി പേര് വീഡിയോസും കമൻറ്റുമായിട്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞതാണ്, എൻ്റെ മോനോട് ഞാൻ അങ്ങനെയൊക്കെ പറയും, അതിന് മറ്റുള്ളവർക്ക് എന്താ? ചിലപ്പോൾ ഞാൻ അങ്ങനെ പറയും, ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പറയും, അതിന് മറ്റുള്ളവർക്ക് എന്താ? ആ ഒരു പറച്ചിൽ തന്നെ ഉണ്ട് കിച്ചു അനുഭവിച്ച വിഷമങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോസും കാര്യങ്ങളും കണ്ട സമയത്ത് ഇവരുടെ അമ്മ നാടകം പൊളിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യാനുള്ള കാരണം. കാരണം ഇത്രയും കാലമായി കിച്ചുവിനെ കുറിച്ചൊരു സ്റ്റോറി ഇടുന്നില്ല, അവർക്ക് പോസ്റ്റ് ചെയ്യണ്ട, വിളിക്കണ്ട, മെസ്സേജ് അയക്കേണ്ട, ഒന്നും ചെയ്യണ്ട. അല്ലെങ്കിൽ അതെല്ലാം പബ്ലിക്കിൻ്റെ മുമ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. മീഡിയാൻ്റെ മുമ്പിൽ അവനെ വിളിക്കുന്നു, സംസാരിക്കുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഈ ഒരു ലൈവിൽ നിന്ന് പോകാൻ വേണ്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? എന്തെല്ലാമോ അനാവശ്യങ്ങൾ സോഷ്യൽ മീഡിയ കിടന്ന് കാണിച്ചു കൂട്ടി. അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് വർക്ക് കുറഞ്ഞത്. ഇപ്പോൾ അവരുടെ റീച്ചും കാര്യങ്ങളൊക്കെ കുറവാണ്, അവരെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും വരുന്നത് കുറവാണ്, യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമും സജസ്റ്റ് ചെയ്യുന്നത് കുറവാണ്. പ്രധാനമായിട്ട് പറയാനുള്ള അതാണ്. അല്ലെങ്കിൽ ഇത് തുറന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറും എവിടെ പോയാലും, ഫീഡ് പോയാലും അല്ലാണ്ട് പോയാലും ഒക്കെ ഇവരുടെ ഓരോ കോഷ്ടികളും കോപ്രായങ്ങളെ കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നൊക്കെ ഒത്തിരി മാറ്റമുണ്ട്. സജസ്റ്റ് ചെയ്യുന്നില്ല, യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒന്നും അതിൽ കയറുന്ന സമയത്ത് ഇവരെ സജസ്റ്റ് ചെയ്യുന്നില്ല. അതന്നെ വലിയൊരു സമാധാനം. നല്ലപോലെ പൈസയ്ക്ക് ശരീര പ്രദർശനമൊക്കെ ഒഴിവാക്കിയിട്ട് ആ കൊച്ചിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു ജോലി ചെയ്ത് കുടുംബം പോറ്റുകയാണെങ്കിൽ ഇപ്പോഴുള്ള നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ പോസിറ്റീവ് ആവാനുള്ള സാധ്യതകളും ഉണ്ട്. ഇവരുടെ മുമ്പിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിട്ടും ആ സാധ്യത തള്ളിക്കളഞ്ഞ് എനിക്കിത് മതി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തന്നെ പോകുന്നതിനുള്ള അർത്ഥമാണ് മനസ്സിലാവാത്തത്. ഒത്തിരി പേര് കാലങ്ങളായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, നല്ല എന്തെങ്കിലും സെലക്ട് ചെയ്തുകൂടെ, നല്ല വഴിക്ക് പൊക്കൂടെ? പക്ഷെ അവർക്ക് ഇങ്ങനെ ഈ ചളിക്കൊണ്ട് കിടക്കാനാണ് താല്പര്യം. അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ കിടക്കട്ടെ. അപ്പനും അമ്മയ്ക്കും മകൾ അവിടെ ഇരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമാണ്. അതുകൊണ്ടാണ് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അവർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ചേച്ചി പ്രത്യേകിച്ച്, ചേച്ചിക്ക് ഇതൊക്കെ തന്നെയാണ് നല്ലത്. കാരണം വാഴ നനയുമ്പോൾ ചീര നനയും എന്നൊരു ചൊല്ലുണ്ടല്ലോ, ആ ഒരു സാധനം തന്നെ.